അമ്മയുടെ സങ്കടം ഇതുവരെ തീർന്നില്ലല്ലേ? ഏയ്, ഓ അതൊന്നും കണ്ണം കാര്യാക്കണ്ട. ഞങ്ങളുടെ കുട്ടിക്ക് ഒരു നല്ല ബന്ധം വന്നപ്പോ മോളെ നോക്കാനായി അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, അത്രേ ഉള്ളൂ. അതെന്താ അമ്മേ അമ്മ അങ്ങനെ പറഞ്ഞേ? കണ്ണന് കൂട്ടായിട്ടല്ലേ നമ്മൾ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ? ആ അതെ, കരുണമോള് അവളുടെ അനിയത്തിയല്ലേ. അപ്പോ മോളുടെ കാര്യം അവളല്ലേ നോക്കേണ്ടത്? ആ അതും ശരിയാ. ഉണ്ണിക്കുട്ടൻ ജോലിക്ക് പോകുമ്പോ വേണമെങ്കിൽ കരുണമോളെയും കൂടെ കൊണ്ടുപോവാ. അപ്പൊ രണ്ടാൾക്കും ഏതു നേരവും പരസ്പരം കാണുകയും ചെയ്യാം, മോളുടെ കഴിവ് കമ്പനിക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. എന്താ? എല്ലാം തീരുമാനിക്കുന്നത് ഏട്ടനാണ്. ആ അതെന്താ? ഉണ്ണിമോനും ബിസിനസ്സിൽ പങ്കാളിയല്ലേ? അപ്പോ ഒന്നിച്ചു വേണ്ട എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ. അച്ഛന്റെ 2 പെൺമക്കള് കല്യാണം കഴിച്ചിങ്ങോട്ട് വന്നേലേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങളൊക്കെ സാവകാശം തീരുമാനിക്കാം. അമ്മ ഇങ്ങനെ കണ്ണേട്ടന്റെ മുമ്പിൽ നിന്ന് സങ്കടപ്പെടല്ലേ. ആളൊരു പാവാ. എത്ര പാവാണെങ്കിലും നിന്റെ ജീവിതം പോയില്ലേ മോളെ. അമ്മയോട് ഇങ്ങനൊന്നും പറയരുതെന്നാ പറഞ്ഞ്. എങ്ങനെ പറയാതിരിക്കും മോളെ? എത്ര ആശ്വസിക്കാൻ ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. കരഞ്ഞിട്ട് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇത്രയും നാൾ എന്റെ തണലുണ്ടായിട്ടും മോൾ അടിമയെ പോലെ നമ്മുടെ വീട്ടിൽ ജീവിച്ചത്. എങ്കിലും കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് പയ്യൻ പുറത്താക്കണമെങ്കിൽ എടാ നമ്മൾ ഈ സിനിമയിലും കഥകളിലൊക്കെ കണ്ടുമടുത്ത ചില രംഗങ്ങൾ ആവർത്തിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, കല്യാണം കഴിഞ്ഞ ശേഷം നീ കമലേശ്വരത്തോട്ട് പോയിട്ടില്ല. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തോന്നില്ലടാ. ഇന്ന് ഞാൻ പോവും, ഇന്ന് രാത്രിയില്. എടാ ഞാൻ മാത്രമല്ല, എനിക്ക് പിന്നാലെ മറ്റൊരാളും വരും. ആൺമക്കളില്ലാത്ത ഇവന് തുണയായിട്ട് ഒരാൺകുട്ടിയെ കൂടെ കിട്ടി. അതെ, ഒന്നും രണ്ടും അല്ല മോനെ, ഇവൻ പറഞ്ഞു കാണുമല്ലോ. നീ പറഞ്ഞില്ലേടാ, 6-7 ലോറിയുണ്ട്, അതിനൊപ്പം കോറിയും. അതൊക്കെ നോക്കി നടത്താൻ ഇതുപോലൊരു മരുമോനെ കിട്ടുമെന്നായിരുന്നു ഇവന്റെ പേടി. അതും ഇന്നത്തെ കാലത്തെ. എന്തായാലും മക്കള് വന്നേ പിന്നെ ഇവന്റെ ആ ആദി അങ്ങ് പമ്പ കടന്നു. അപ്പോ എന്റെ ഭാര്യയ്ക്ക് 2 അച്ഛനാണെങ്കിലും ഒരു പരിഗണനയും കൊടുക്കുന്നില്ലല്ലോ.